ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ചുരിദാറിൻ്റെ ഈ ഒരു പീസിലാട്ടോ. ഈ ഒരു കളറ് ചുരിദാറാണ്, ഒരു ഗ്രേ കളറ് തുണിയാണ് കേട്ടോ അത്. ഇതിൻ്റെ നെക്കും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ മാത്രം നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനിലാണ് നമ്മളൊരു വർക്ക് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ഒരു നെറ്റിൻ്റെ ഒരു പീസ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള അത്രയും നമ്മൾ വെട്ടിയെടുക്കാം കേട്ടോ. ഇതിന്ന് എത്ര ഭാഗമാണോ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇവിടെ വെച്ച് നമ്മളൊരു വർക്ക് ഇതുമ്പോൾ ചെയ്യാനാണ് കേട്ടോ പോകണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം എനിക്ക് വേണ്ട ഭാഗം അത്രയും ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഞാൻ വെട്ടണം കേട്ടോ. ഇങ്ങനെ നല്ലൊരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, അത് മാത്രം ഞാൻ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡിസൈനൊന്നും പോവാതെ നല്ല ഭംഗിയിൽ വെട്ടിയെടുക്കുക കേട്ടോ. ഇതൊരു ഗ്രേ കളർ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു നെറ്റ് വരുന്നത്. നെറ്റിൻ്റെ വർക്കും ഈ ഒരു ഗ്രേ കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ആദ്യം തന്നെ റഫായിട്ടൊന്ന് വെട്ടിയെടുത്തിട്ട് നമുക്ക് പിന്നെ നല്ല അരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വെട്ടിയെടുക്കട്ടെ കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റിൻ്റെ പീസ് ഈ നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ വെച്ചെടുക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട്, വെട്ടിയും മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സൂചിയൊക്കെ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ ബീഡ്സിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിനി ഇതിൻ്റെ മുകളിൽ ബീഡ്സ് വർക്ക് കൊടുക്കാനാണ് കേട്ടോ പോകണം. അപ്പോൾ ഇത് ഇളകി പോകാതിരിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ പശ വെച്ച് നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബീഡ്സ് വർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ഇവിടെ ഉറപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉറപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ബീഡ്സ് വർക്ക് ചെയ്യാനാണ് കേട്ടോ പോകണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും. ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ബീഡ്സിൻ്റെ വർക്കാണ് കൊടുക്കണം. ഇത് ചെയ്യാനായിട്ട് ഈ ഗ്രേ കളർ തന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് ഈ ബീഡ്സ് തുന്നി കൊടുക്കുന്നുണ്ട്. ഗ്രേ കളർ നൂല് തന്നെ എടുക്കുക. സൂചി നമ്മൾ തുന്നണ സൂചി ഏറ്റവും ചെറിയ സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്കൊന്ന് റിങ്ങിലേക്കൊന്ന് ഈ തുണീനെ നമുക്ക് കയറ്റി വയ്ക്കാം കേട്ടോ. നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് തുണി, ബീഡ്സ് എടുത്തിട്ടുണ്ട്, സൂചിയും നൂലും എടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ തുണിനെ കെട്ടിട്ടിട്ട് നമുക്ക് തുന്നാൻ തുടങ്ങാം കേട്ടോ. നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ നെറ്റിൻ്റെ പീസിനെ മൊത്തം ഈ ബീഡ്സോട് ഇങ്ങനെ കവർ ചെയ്ത് പോകണം കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്ക് ഇത്ര നമ്പർ എടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് എത്ര നമ്പർ വേണമെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ നെറ്റിൻ്റെ അറ്റ ഭാഗം നമ്മൾ ബീഡ്സ് കൊണ്ട് തന്നെ കവർ ചെയ്യണം. ഇങ്ങനെ തുന്നുമ്പോൾ തന്നെ നമുക്ക് ഈ നെറ്റിൻ്റെ പീസിന് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഈ ബീഡ്സിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
നെറ്റിൻ്റെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതിനൊക്കെ ഉള്ളിലേക്കാണെങ്കിൽ സൂചി കൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് ബീഡ്സിനെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് കേട്ടോ അത്. ഇനി നെറ്റ് എങ്ങനെയായാലും വലിഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ ചുളിവൊന്നും വരാതെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചുളിവൊന്നും വരുത്തരുത്. എന്നിട്ട് നമ്മൾ ഈ ബീഡ്സ് ഇങ്ങനെ മൊത്തം കവർ ചെയ്ത് ഇങ്ങനെ പോകണം കേട്ടോ ചെയ്യണം. ഇങ്ങനെ മൊത്തത്തിൽ നമ്മളിങ്ങനെ കവർ ചെയ്യും കേട്ടോ. ഈ ബീഡ്സ് നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ ഈ ചുറ്റും തുന്നി കൊടുക്കുമ്പോൾ ഈ നെറ്റ് ഇതുമായി തുണിയുമ്പോൾ നന്നായിട്ട് ഉറച്ചിരിക്കുകയും ചെയ്യും. ഈ ബീഡ്സിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതിന്. അപ്പം ഇങ്ങനത്തെ നെറ്റിൻ്റെ ഏത് പീസുകളും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഈ സെയിം കളർ തന്നെ നെറ്റും തുണിയും ബീഡ്സും എല്ലാം വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ നെറ്റിൻ്റെ പുറത്തേക്ക് നിൽക്കാതെ ഈ ഉള്ളിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഈ സൂചി കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇതിൻ്റെ നെറ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ആക്കി വെക്കാൻ പറ്റും. തുന്നുമ്പോൾ ഈ നെറ്റിനെ കവർ ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ബീഡ്സ് പുറത്തേക്ക് വരുന്ന നിലയ്ക്ക് തുന്നി കൊടുക്കുക. ഇനി ഇത്ര നമ്പറൊന്നും ഇതിൻ്റെ ഡിസൈനൊന്നും ഇല്ല. ചുറ്റും ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് കൊടുത്താൽ മതി ഈ ബീഡ്സ്. നമ്മൾ ഈ ഒരു നെറ്റിൻ്റെ പീസിനെ ബീഡ്സ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവരികയാണ് കേട്ടോ. ഈ നെക്കിൻ്റെ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ ഈ നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ ഒരു ചെറിയൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു പീസ് കൂടെ നമ്മളിവിടെ വെച്ചിട്ട് അതും ഈ ബീഡ്സ് കൊണ്ട് നമ്മളിങ്ങനെ ഈ അറ്റം ഇങ്ങനെ കവർ ചെയ്യണം. അപ്പോൾ ഇത്രയും കൂടെ ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളൂ കേട്ടോ. നമ്മുടെ ഒരുവിധം വർക്ക് കംപ്ലീറ്റ് ആവാറുണ്ട് കേട്ടോ. നമ്മൾ ഈ നെറ്റിൻ്റെ വെച്ചുകൊടുത്തൊക്കെ നമ്മളിങ്ങനെ ബീഡ്സ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. അതും കൂടെ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു 3 ബീഡ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 3 ബീഡ്സ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ഒരു രീതിയെന്നില്ല. ഇങ്ങനെ കണ്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ബീഡ്സിനെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാം കേട്ടോ. ഒരു 3 ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഒന്ന് തുന്നി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ.
ഇങ്ങനെ തുന്നുക കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ഇങ്ങനെ തുന്നാണ് കേട്ടോ. നമ്മുടെ ബീഡ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെറ്റൊക്കെ ഇനി വേറെ ഷേപ്പുകളിലൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ വെട്ടണം എന്നല്ല, വേറെ പല ഷേപ്പുകൾ നമുക്ക് വെട്ടിയെടുത്ത് പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ബീഡ്സ് വർക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്യാപ്പുള്ളിടത്തൊക്കെ നമുക്ക് ബീഡ്സിൻ്റെ വേറെ എന്തെങ്കിലും വർക്കുകളൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വർക്കായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.